അന്തരിച്ച മുൻ മന്ത്രി മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായി ഒരാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ശനിയാഴ്ച വിവിധ പരിപാടികൾ നടത്തിയെന്ന് പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഇതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രാംഗം കെ കോയയും 3 കോൺഗ്രസ് അംഗങ്ങളും വിട്ടുനിന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഒരാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റിവെക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് ലംഘിച്ച് പഞ്ചായത്ത് തല തൊഴിലുറപ്പ്, സോഷ്യൽ ഓഡിറ്റിംഗ്, വിവിധ പരീക്ഷയുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്, ഭരണസമിതി യോഗം, പാലിയേറ്റീവ് യോഗം എന്നിവ നടത്തിയെന്നാണ് സ്വതന്ത്രാംഗം കെ കോയയുടെയും കോൺഗ്രസ് അംഗങ്ങളുടെയും പരാതി. ആദരണീയനായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് 7 ദിവസത്തെ ദുഃഖാചരണവും അതേപോലെ ഔദ്യോഗിക പരിപാടികൾ മുഴുവൻ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് എല്ലാ പരിപാടികളും വളരെ ഗംഭീരമായി നടത്തി എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് രാവിലെ 10 മണിക്ക് USS LSS വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കുള്ള പരിപാടിയുടെ ഉദ്ഘാടനം, അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഹിയറിങ്, പഞ്ചായത്ത് തല ഹിയറിങ്, പാലിയേറ്റീവ് യോഗ അവലോകനം, മാസാന്തരം നടത്തുന്ന അവലോകനം, അതിനു പുറമെ ബോർഡ് മീറ്റിംഗ്. അടിയന്തര ബോർഡ് മീറ്റിംഗ് ആയതിനാൽ അനുശോചന യോഗം നടത്തി വേണമെങ്കിൽ അത് നടപ്പിലാക്കാം. ബാക്കിയുള്ള പരിപാടികൾ റദ്ദ് ചെയ്യണമെന്ന് ഞാൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സെക്രട്ടറി പറഞ്ഞത് ഈ ഔദ്യോഗിക പരിപാടികളിൽ ഉദ്ഘാടനങ്ങൾ മാത്രമേ പെടുകയുള്ളൂ, ബാക്കിയുള്ള ഒരു പരിപാടിയും പെടില്ല എന്ന ധിക്കാരപരമായ ഒരു സമീപനമാണ് അദ്ദേഹം എടുത്തത്. ഇന്ന് പഞ്ചായത്ത് തല തൊഴിലുറപ്പിൻ്റെ ഹിയറിംഗ് ആണ് നടന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു മഹാരഥനായ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതുകൊണ്ട് ആ പരിപാടിയെങ്കിലും ആദരസൂചകമായി മാറ്റിവെക്കണം. പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മൻമോഹൻ സിംഗിനോട് വലിയ താല്പര്യമോ മമതയോ അല്ലെങ്കിൽ അനുകമ്പയോ അല്ലെങ്കിൽ ആദരവോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് മൻമോഹൻ സിംഗിനെ CPM ആയിരുന്നു ഭരണത്തിലിരിക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും ഇവരുടേതാണ് എന്നുകൂടി പറയുകയും അദ്ദേഹത്തെ ഈ ഇന്ത്യ എന്ന് പറയുന്ന കമ്പോളത്തെ വിദേശ ശക്തികൾക്ക് തുറന്നു കൊടുത്തു എന്നും താടിക്കുരങ്ങൻ എന്നും ഉൾപ്പെടെയുള്ള ഒരുപാട് പഴി അദ്ദേഹം ഈ CPMകാരിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മരിച്ചാലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോട് മര്യാദയും ആദരവും കാണിക്കേണ്ടതായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് CPM ഒഴികെയുള്ള 4 അംഗങ്ങളാണ് വിട്ടുനിന്നത്. എന്നാൽ ആഘോഷ പരിപാടികൾ ഒന്നും നടത്തിയിട്ടില്ലെന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ്, പാലിയേറ്റീവ് യോഗം എന്നിവയാണ് നടത്തിയെന്നും പഞ്ചായത്ത് സെക്രട്ടറി S. സജി പറഞ്ഞു. മേലധികാരികളുമായി സംസാരിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും MT വാസുദേവൻ നായർക്കും അനുശോചനം രേഖപ്പെടുത്തിയാണ് പരിപാടികൾ തുടങ്ങിയതെന്നും സെക്രട്ടറി പറഞ്ഞു. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.